ഏതൊക്കെ എ ടൂൾസ് ആണ് മേൺ സ്റ്റാക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക? ഒരുപാട് എ ടൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ഈ മേൺ സ്റ്റാക്സിൽ. അതാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത. ഓരോ ദിവസവും ഒരുപാട് ടൂൾസ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കുറച്ച് ടൂൾസ് നമുക്ക് നോക്കാം, വളരെ കുറച്ച് ടൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഗിറ്റബിൻ്റെ കോപ്പൈലറ്റ് അല്ലെങ്കിൽ കോഡിയം, ഈ രണ്ട് ടൂൾസ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോഡ് എഴുതുമ്പോഴുള്ള നമ്മളൊരു അസിസ്റ്റൻ്റായിട്ട് ഇവർ തന്നെ പറയുന്നത്, ഗിറ്റബിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നെ അവർ പറയുന്നത് ഇതൊരു ബഡ്ഡി പെയർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ബഡ്ഡി പെയർ, നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബഡ്ഡി പെയർ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ബഡ്ഡി പെയർ, നമ്മൾ എഴുതുന്ന കോഡ് പുറത്തുനിന്ന് ഒരാൾ അനലൈസ് ചെയ്യുക, നമുക്ക് വേണ്ട കോഡ് ചോദിക്കുന്ന സമയത്ത് ആളെ കോഡ് തരിക. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് കണ്ടാൽ മതി. ഇപ്പോൾ എനിക്കൊരു കോഡ് വേണം, നമുക്ക് ചോദിക്കുക, എടാ ഒരു കോഡ് തായോ എന്ന് പറയുമ്പോൾ ആ കോഡ് തരുന്ന ഒരാൾ, അതേ രീതിയിലാണ് നമ്മൾ ഗിറ്റബിൻ്റെ കോപ്പൈലറ്റ്. അതേപോലെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ഇത് മിസ്റ്റേക്കാണ് എന്ന് പറയുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഗിറ്റബിൻ്റെ കോപ്പൈലറ്റാണ്. സെയിം അതുപോലെ തന്നെയാണ് ഈ കോഡിയും. പിന്നെ വരുന്നത് നമ്മൾ കോഡിങ് അസിസ്റ്റൻറ്റ്. പിന്നെ ഓപ്പൺ എ ആണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എയുടെ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് ചെയിനിൽ നമുക്ക് അതിൻ്റെ എയുടെ ലോജിക്കുകളൊക്കെ എഴുതാൻ പറ്റും. പിന്നെ ട്രാൻസ്ഫ്ലോയിൽ നമുക്ക് ട്രാൻസ്ഫ്ലോ ജെഎസിൽ നമുക്ക് മെഷീൻ ലേണിംഗ് ഒക്കെ റൺ ചെയ്യാൻ പറ്റും ബ്രൗസറിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടൂൾസുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിലുള്ള നല്ല ടൂൾസുകൾ ഒരു 10 ടൂൾസെങ്കിലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എ ആപ്ലിക്കേഷൻ എസ്പെഷ്യലി മേൺ സ്റ്റാക്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും.